നമുക്ക് ഇനി ഓരോ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ നിന്നും എങ്ങനെയാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉണ്ടാവണത്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ് ആ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട്, നിങ്ങൾ പഠിച്ചതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്, ആ ഗ്രാഫ് ഉപയോഗിച്ച് സൈൻ ഇൻവേഴ്സ് എക്സിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ഇതുപോലെ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഗ്രാഫിൽ നിന്നാണ്, ഇപ്പോൾ സൈൻ എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിൽ നിന്ന് സൈൻ ഇൻവേഴ്സ് എക്സിലേക്ക് എത്തിക്കാം, കോസ് ഉണ്ടെങ്കിൽ കോസ് ഇൻവേഴ്സിലേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മൾ മുമ്പ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതനുസരിച്ച് ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻവേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫംഗ്ഷനിലെ ഒരു എലമെൻ്റ് എക്സ് വൈ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിൽ അത് വൈ എക്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൽ എലമെൻറ്റ് 1 2 2 3 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിലെ എലമെൻറ്റ്സ് 2 1 3 2 ആയിരിക്കും. വേറെ ഒരു ഡിഫറൻസും ഇല്ല. എക്സ് ആക്സിസിൽ കിടക്കണത് വൈ ആക്സിസിലേക്ക് പോവും, വൈ ആക്സിസിൽ കിടക്കണത് എക്സ് ആക്സിസിലേക്ക് പോവും. ഇതാണ് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോഴുള്ള റിലേഷൻ. അപ്പോൾ ഞാനിവിടെ വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. ഇവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തേക്കണം നിങ്ങൾക്കറിയാം, ഫ്രം റിയൽ നമ്പർ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇവിടേക്ക് വൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്നാണേ ഉള്ളൂ. പക്ഷേ ഇത് 1 1 ആക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു 2 ക്വാഡ്രൻറ്റുകൾ, ഇതിപ്പോൾ -π/2 to π/2 എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ -π/2 to π/2 എന്ന് എടുക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3π/2 തൊട്ട് 2π, ആ ഒരു റേഞ്ചിൽ അങ്ങനെ ഏതെങ്കിലും 2 ക്വാഡ്രൻറ്റുകളായിട്ട് ഒന്നെങ്കിൽ ഫസ്റ്റും ഫോർത്തും എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും എടുക്കാം. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് 1 1 ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ബേസിക്കലി പറയണു, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു ഡൊമൈനിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുകയെന്ന് നോക്കാം. അതായത് സൈൻസ് ഇപ്പോൾ എക്സിന് 0 കൊടുത്തു എന്ന് വയ്ക്കുക. ഇപ്പോൾ സൈൻ 0 0 എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സിന് π/2 കൊടുത്താൽ സൈൻ π/2 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പൈ കൊടുത്തു കഴിഞ്ഞാൽ 0, 3π/2 കൊടുത്താൽ 1. ഇനിയിപ്പോൾ ഇതുപോലെ -π/2 കൊടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ സൈനിന് എക്സ് ഈക്വൽ ടു -π/2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സ് -1 എന്നാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു എന്ന് വിചാരിക്കുക. +1 പഠിച്ചതാണ് കേട്ടോ ഈ ഗ്രാഫ്. അപ്പോൾ നോക്കിയത് 0 0, എക്സ് 0 ആകുമ്പോൾ വൈ 0, എക്സ് π/2 ആകുമ്പോൾ വൈ 1 ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എക്സ് π/2 ആകുമ്പോൾ വൈ 1. ഇനി ഇതുപോലെ എക്സ് π ആകുമ്പോൾ വൈ 0, എക്സ് 3π/2 ആണെങ്കിൽ വൈ -1 ആണ് വരിക. ഇതാണ് എക്സ് 3π/2. അപ്പോൾ അതിൻ്റെ വാല്യൂ -1ൻ്റെ നേരെ, -1ൻ്റെ നേരെ. ഇതുപോലെ 2π ആണെങ്കിൽ 0, 5π/2 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1ൻ്റെ നേരെ ആയിരിക്കും വരിക. ഇതുപോലെ -π/2 ഇതിൻ്റെ വാല്യൂ -1. അങ്ങനെ ഇതിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് y ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇരിക്കുക. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മളിപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു ഇൻവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവും. ആ ഇൻവേഴ്സിനെയാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുക. സൈൻ ഇൻവേഴ്സ് എക്സ് സാധാരണഗതിയിൽ ഡിഫൈൻഡ് ഫ്രം -1 1 to 6 റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ വരച്ചതിനെ നേരെ ഒന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചാൽ മതി. അതായത് ഇപ്പോൾ എക്സ് ആക്സിസിൽ കിടക്കുന്നതൊക്കെ വൈ ആക്സിസിൽ അടയാളപ്പെടുത്തുക, ഇപ്പോൾ വൈ ആക്സിസിൽ കിടക്കുന്നത് എക്സ് ആക്സിസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നോക്കിയേ, ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫിൽ ഡൊമൈൻ കണ്ട -1 to 1 ആണ്. റേഞ്ച് എൻറ്റയർ റിയൽ നമ്പർ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതായത് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഇവിടേക്ക് താഴേക്കാണേലും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അതിൽ ഇവിടം തൊട്ട്, അതായത് -π/2 തൊട്ട് ഈ -π/2 തൊട്ട് ഈ π/2 വരെയുള്ള ഇത്രയും ഭാഗം, ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുക. ഇത്രയും ഭാഗത്തിനെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുക. അതായത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് അല്ലെങ്കിൽ കോഡൊമൈൻ ആയിട്ട് ഇവിടെ വരെ റെസ്ട്രിക്റ്റ് ചെയ്ത് എടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 1 1 ഫംഗ്ഷനും on2 ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. ഇതിപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്, ഇതുപോലെ കോസ് ഇൻവേഴ്സിനുണ്ടൊരു പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഈ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് ഏതാണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ -π/2 to π/2. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഏത് ഡൊമെയിനിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും സൈൻ ഇൻവേഴ്സ് ഓഫ് ദാറ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമേജായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് ആണ് വരിക. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റും അതിൻ്റെ ഇമേജായിട്ട് വരും. അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. ഇനി ഇതുപോലെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് അടുത്ത് നോക്കാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ആ കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടും. സോ ഞാനിവിടെ കോസ് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ അതേ y = കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സാധാരണഗതിയിൽ കോസ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1ൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഗ്രാഫ് ഇതേ ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ ഇതോ 0യുടെ അല്ലെങ്കിൽ ഇതേ ഇവിടെ നമ്മുടെ 1ൻ്റെ ഇമേജ് ആയിട്ട് 0 ആണ് വരിക. അതുപോലെ -1ൻ്റെ ഇമേജ് ആയിട്ട് π വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി മുകളിലേക്കുള്ള വാല്യൂസ് വരും. അതുപോലെ 1ൻ്റെ ഇമേജ് ആയിട്ട് 0 അല്ലെങ്കിൽ 1ൻ്റെ ഇമേജ് ആയിട്ട് 0 വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2π വരുന്നുണ്ട്. ഇനി താഴേക്ക് നോക്കുകയാണെങ്കിൽ -2π വരുന്നുണ്ട്. ഇങ്ങനെയാണ് y = കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് പോവുക. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അത് കോസ് ഇൻവേഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഐഡിയ. π/2ൻ്റെ ഇമേജ്, അതായത് 0യുടെ ഇമേജ് π/2 ആയിട്ടാണ് വരിക. 0 π/2 ആയിട്ടാണ് വരിക. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിലാണെങ്കിൽ 0ൻ്റെ ഇമേജ് 0 തന്നെയായിട്ടാണ് വരിക. 0 ഇങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് കടന്നു പോവുക. കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ 0യുടെ ഇമേജ് ആയിട്ട് π/2 വരും. അപ്പോൾ ഇതിൽ നോക്കി ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഈ ഭാഗത്തുനിന്ന് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ബൈജക്ഷൻ എടുക്കണം എന്ന് വെക്കുക. 1 1 on 2 ആയിട്ടുള്ളൊരു ഭാഗം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എടുക്കാം, ഈ ഭാഗം ഇതൊക്കെയാണ് നമുക്ക് 1 1 on 2 ആയിട്ടുള്ളൊരു സെക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ 0 തൊട്ട് ഈ 0 തൊട്ട് π വരെയുള്ള ഇത്രയും പോർഷൻ ഇതാണ് നമ്മുടെ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π ആണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ അത് മറക്കരുത്. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് 0 to π, 0 മുതൽ π വരെ. ഇതുപോലെ ഇനി അടുത്തത് കാണുന്നത് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫാണ്. y = കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഈ ഒരു മോഡലിലാണ് ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് കണ്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഈ ഒരു മോഡലിലാണ് ഇരിക്കുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഈ -π/2 തൊട്ട് π/2 വരെയുള്ള ഭാഗം, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള പോർഷൻ, അതിൽ 0ക്ക് ഇമേജ് ഇല്ല. അപ്പോൾ -π/2 തൊട്ട് π/2 വരെയുള്ള ഭാഗം, അതിൽ നിന്ന് 0 എന്ന് പറയുന്ന സിംഗിൾ പോയിന്റ് ഒഴിവാക്കുക. സോ ഈ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -π/2 to π/2 സെറ്റ് 0, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2, π/2 സെറ്റ് 0 ഒഴിച്ച് -π/2 മുതൽ π/2 വരെയുള്ള എല്ലാ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സ്, അതാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് ഇനി കാണാൻ പോണത്. അടുത്തത് സീക്ക് ഇൻവേഴ്സ് എക്സ്. y = സീക്ക് ഇൻവേഴ്സ് എക്സ്. നമ്മളിപ്പോൾ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് വരച്ചു എന്ന് വയ്ക്കുക. സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos x. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. cos x 0 ആവുന്ന സാഹചര്യങ്ങൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് കളയുക, അതാണ് അതിൻ്റെ ഡൊമെയിൻ. അപ്പോൾ ഇവിടെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ
നമ്മൾ സീക്ക് എക്സിൻ്റെ ഗ്രാഫ് +1 പഠിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും പരസ്പരം ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഏകദേശം സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് ഇരിക്കുക. ഇതാണ് നമ്മുടെ സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത് 0 തൊട്ട് പൈ വരെയുള്ള ഈ ഭാഗം. അതിൽ ഈ 0 തൊട്ട് പൈ വരെയുള്ള ഭാഗം ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണത്. അതിൽ തന്നെ ഈ ഒരു π/2 എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിൻ്റ് ഒഴിവാക്കുക. അപ്പോൾ 0 തൊട്ട് പൈ വരെ അതിൽ π/2 എന്ന് പറയുന്ന സിംഗിൾ പോയിൻ്റ് ഒഴിവാക്കുക. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇത്രയും പോർഷനാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ ദിസ് ഫംഗ്ഷൻ ഈസ് എ ബൈജക്ഷൻ. ഇറ്റ് ഈസ് ബോത്ത് 1, 1 ആൻഡ് 1, 2. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π മൈനസ് സെറ്റ് π/2. അതാണ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ y = ടാൻ ഇൻവേഴ്സ് എക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടാൻ എക്സിൻ്റെ ഗ്രാഫൊക്കെ വരയ്ക്കാൻ അറിയാം. അപ്പോൾ ടാൻ എക്സ് എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്തതെന്ന് നമുക്കറിയാം. കോസ് എക്സ് 0 ആവുന്ന സാഹചര്യങ്ങളിലൊന്നും ടാൻ ഡിഫൈൻഡ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ടാൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ടാൻ എക്സിൻ്റെ ഡൊമൈൻ സെറ്റ് ചെയ്യുക. ഇതുപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് ഗ്രാഫ് കിടക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ ഫുൾ റിയൽ നമ്പറാണ്. റേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ റിയൽ നമ്പർ മൈനസ് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ്. അതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച്. ഇതിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 0യുടെ ഇമേജ് 0 ആണ്. അതേപോലെ ഇവിടെ π/2ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ 1ലാണെങ്കിൽ π/2ൻ്റെ അടുത്തേക്ക്, 2ലാണെങ്കിൽ അങ്ങനെ π/2ൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കണു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് പോവുക, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് പോവുക. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടം തൊട്ട് ഇവിടെ വരെ, അതായത് -π/2 തൊട്ട് π/2 വരെ, ഇവിടം തൊട്ട് ഈ ഗ്രാഫ് പോകുന്ന ഈ ഒരു റീജിയൻ, ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം, ഇതാണ് നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. അതായത് ഇതും പെടില്ല, ഇതും പെടില്ല, ഇവരൊഴിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റിയൽ നമ്പർ. അതാണ് ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ പഠിച്ചപ്പോൾ ക്ലോസ്ഡ് -π/2 to π/2 ആയിരുന്നു. ഇവിടെ ടാൻ ഇൻവേഴ്സ് ആയപ്പോൾ ഓപ്പൺ -π/2 to π/2. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അതിൽ നമ്മൾ കോട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുള്ളതാണ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ്, അല്ലെങ്കിൽ ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കോട്ട് എക്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്, കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിയൽ നമ്പറാണ്. ഇതിൻ്റെ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈയുടെ മൾട്ടിപ്പിൾസൊക്കെ റിയൽ നമ്പറിൽ നിന്ന് ഒഴിവാക്കുക. കാരണം പൈയുടെ മൾട്ടിപ്പിൾസിലൊക്കെ സൈൻ എക്സ് 0 ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ അല്ലേ. അപ്പോൾ സൈൻ 0 ആയി കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അപ്പോൾ സൈൻ 0 ആവുന്ന സാഹചര്യങ്ങൾ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ഈ പറയുന്ന കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിൽ ആരുണ്ടാവില്ല, പൈയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിൽ വരും. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് പൈ വരെയാണ്. ഓപ്പൺ ഇൻ്റർവൽ 0 to π. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗം, അതായത് ഈ ഒരു പോർഷൻ, ഇതാണ് നമ്മുടെ ഈ ഒരു റീജിയൻ, ഇതാണ് നമ്മുടെ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇപ്പം നമ്മൾ 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പരിചയപ്പെട്ടു. അതിൻ്റെ എല്ലാം ഗ്രാഫ് നമ്മൾ കണ്ടു. അതിൻ്റെ എല്ലാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ എന്താണെന്ന് നോക്കി. അതിൻ്റെ മറ്റ് പ്രത്യേകതകളും നമ്മൾ സിമ്പിളായിട്ട് ചെറിയ ചെറിയ പ്രത്യേകതകളും നമ്മൾ ആ ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ
ടേബിളിൽ എഴുതിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ -1 നിന്നും -π/2 π/2 ഡിഫൈൻ ചെയ്തു. ഇതാണ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതായത് ഇത് കോഡൊമൈൻ ആയിട്ട് അല്ലെങ്കിൽ ഇത് റേഞ്ച് ആയിട്ട് സെറ്റ് ചെയ്താലാണ്, ഇത് കോഡൊമൈൻ ആക്കിയാലാണ് ഈ ഫംഗ്ഷൻ ബൈജക്ഷൻ ആവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. -π/2 തൊട്ട് π/2 വരെ മറക്കരുത്. കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 0 to π. നമ്മൾ ക്വാഡ്രൻറ്റ് കണക്കാക്കി പറയുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ 4th ഉം 1st, നെഗറ്റീവ് ആണെങ്കിൽ 4th, പോസിറ്റീവ് ആണെങ്കിൽ 1st. കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ 1st ഉം 2nd, പോസിറ്റീവ് ആണെങ്കിൽ 1st, നെഗറ്റീവ് ആണെങ്കിൽ 2nd. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ ഫങ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആയിട്ടുള്ള 6 പേരുടെ ഗ്രാഫും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊരു ടേബിളിലാക്കി വെച്ചിരിക്കുന്നു. അതായത് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 to -π/2 to π/2. ഇതിനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുക. അതായത് സൈൻ ഇൻവേഴ്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് മസ്റ്റ് ബി എ ബൈജക്ഷൻ. അപ്പോൾ ഈ -π/2 തൊട്ട് π/2 വരെയുള്ളതിനെ ഞാനിതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ഒരു വാല്യൂ തന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ സൈൻ ഇൻവേഴ്സ് 1/2 കൃത്യം ഒറ്റയ്ക്കൊരു ഇമേജേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഒറ്റയ്ക്കൊരു ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഡിഫൈൻ ചെയ്താലാണ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ആവുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതുപോലെ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 to π ആണ്. നമ്മൾ ക്വാഡ്രൻറ്റ് കണക്ക് വെച്ചാൽ പറയണമെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 1st ക്വാഡ്രൻറ്റും 4th ക്വാഡ്രൻറ്റും. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ 1st ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് ഉത്തരമായിട്ട് എഴുതുക. അതേസമയം സൈൻ ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് ആണ് ചോദിക്കണമെങ്കിൽ 4th ക്വാഡ്രൻറ്റിലെ വാല്യൂ ആണ് നമ്മുടെ ആൻസറായിട്ട് എഴുതുക. ഇതേപോലെ കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ 0 to π വരെ. ഇപ്പോൾ ക്വാഡ്രൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 1st ക്വാഡ്രൻറ്റും 2nd ക്വാഡ്രൻറ്റും 0 തൊട്ട് π വരെ എന്ന് പറയുമ്പോൾ 1st ക്വാഡ്രൻറ്റ് 0 to π/2 വരെ, പിന്നെ π/2 to π. അപ്പോൾ ആദ്യത്തെ 2 ക്വാഡ്രൻ്റാണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. അപ്പോൾ അതിൽ പോസിറ്റീവാണ്, കോസ് ഇൻവേഴ്സ് ഓഫ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ 1st ക്വാഡ്രൻറ്റിൽ കിടക്കുന്നുണ്ടാവും. നെഗറ്റീവ് ആണെങ്കിൽ 2nd ക്വാഡ്രൻറ്റിൽ കിടക്കുന്നുണ്ടാവും. കോസ് 2nd ക്വാഡ്രൻറ്റിൽ നെഗറ്റീവ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് കോസ് ഇൻവേഴ്സിൻ്റെ വാല്യൂ ഇതേപോലെ തന്നെ. ഇനി ഇതുപോലെ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലോസ്ഡ് -π/2 to π/2 -set 0. സീക്ക് ഇൻവേഴ്സിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π -set π/2. അതായത് ഇവരെ പോലെ സൈൻ ഇൻവേഴ്സിൻ്റെ നിന്ന് 0 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊസീക്കിൻ്റെ കിട്ടും, കോസിൻ്റെ നിന്ന് π/2 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീക്കിൻ്റെ കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് -π/2 to π/2. അത് ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2. വെച്ചാൽ ഫസ്റ്റത്തെയും 4th ക്വാഡ്രൻറ്റ്, പക്ഷേ -π/2 പെടില്ല, π/2 പെടില്ല. കോട്ട് ഇൻവേഴ്സിൻ്റെ ആണെങ്കിൽ 0 to π, 1st 2nd ക്വാഡ്രൻറ്റ്, പക്ഷേ 0യും പെടില്ല, πയും പെടില്ല. അപ്പോൾ ഇതാണ് ഈ 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂസ്.